അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി, പഠിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ, കഥ പോലുള്ള പുസ്തകങ്ങൾ നമുക്കിനി ആവശ്യമാണ്. നമ്മുടെ ഭാവിയിലെ കുട്ടികൾ നമ്മുടെ നാടിൻ്റെ ചരിത്രങ്ങൾ അറിയാതെ മനസ്സിലാക്കാതെ ജീവിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പൈതൃകങ്ങളെ മറന്നു പോവുകയാണ്. വലിയ പഠനം എന്നതാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. തലസ്ഥാന നഗരിയിലെ ഏറെ പ്രദേശങ്ങൾ ഈ ചെറിയ ലഘുവിൽ കാണിച്ചതുപോലുള്ള കാന്തല്ലൂർ ശാലയോട് ചേർന്ന് കിടക്കുന്ന സമീപ പ്രദേശങ്ങളെല്ലാം വളരെയേറെ പൈതൃകവും ചരിത്രവും നിറഞ്ഞതാണ്. കാന്തല്ലൂർ ശാലയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങൾ തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഘട്ടങ്ങളിലായി നാട്ടിൽ വന്ന് ആ ഒത്തിരി പൈതൃകങ്ങളുള്ള പുരാതനങ്ങൾ നിറഞ്ഞ സ്ഥലമാണ് നമ്മുടെ കാന്തല്ലൂർ ശാല. ഇന്ന് ഈ നാട്ടിലുള്ളവർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ നാട് മാറിക്കൊണ്ടിരിക്കുന്നു വളരെയേറെ വേഗത്തിൽ. അപ്പൊ നമ്മുടെ ചരിത്രങ്ങൾ, നമ്മുടെ പൈതൃകത്തെ കുറിച്ച്, നമ്മുടെ പിന്മുറക്കാരെ കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തി അവയെ ആ പൈതൃകത്തോടു കൂടി സംരക്ഷിക്കുവാൻ, ആ പൈതൃകം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ നാടിൻ്റെ ഡെവലപ്മെന്റും കൂടെ കണ്ടുകൊണ്ട് ഇത് പൊതുജനങ്ങളിൽ എത്തിക്കണം. അതിനുവേണ്ടി നിരവധി പുസ്തകങ്ങൾ, നിരവധി വിഭാഗത്തിൽപ്പെട്ടുള്ള വിദ്യാർത്ഥിനികളും മറ്റ് പ്രഗത്ഭരും ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ തയ്യാറാക്കുകയാണ്. എൻ്റെ വാർഡിൽ തന്നെയുള്ളൊരു കുട്ടി, 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടി, കഴിഞ്ഞ 2 വർഷത്തിനൊക്കെ ഒരു പുസ്തകം ഇതിനെക്കുറിച്ച് എഴുതി പ്രസിദ്ധീകരണത്തിന് വന്നിട്ടുണ്ട്. ആ കുട്ടിയെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാടിനെ കുറിച്ച്, നമ്മുടെ പൈതൃകത്തെ കുറിച്ചുമൊക്കെ ഇനിയും ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാലഘട്ടം കൂടെയാണ്. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ഈ മണ്ഡലത്തിന്റെ കൂടെയായിട്ടുള്ള MLA യും മുൻ മന്ത്രിയുമായിട്ടുള്ള ശ്രീ ആന്റണി രാജു സാറിനോട് ഞാൻ എൻ്റെ മണ്ഡലത്തിലെ, എൻ്റെ വാർഡിലെ 10 ദിവസവും 3 നേരം എഴുന്നേൽപ്പും വലിയ ആറാട്ടും പള്ളിവേട്ടയൊക്കെ ആയിട്ടുള്ള വലിയ മഹത്തായ ഉത്സവമാണ് വലിയശാലയുടെ കാന്തല്ലൂർ ശാലയിൽ. ആ ഉത്സവത്തിൻ്റെ ആദ്യം കൊടികയറ്റം മുതൽ ബഹുമാനപ്പെട്ട MLA വരികയും അതെല്ലാം കണ്ട് മനസ്സിലാക്കിയ ശേഷം അദ്ദേഹം നിയമസഭയിൽ ഒരു സബ്മിഷൻ അവതരിപ്പിച്ചു കാന്തല്ലൂർ ശാലയെ സംബന്ധിച്ച്. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഇന്നേ വരെ കിട്ടാത്ത അംഗീകാരമാണ് കാന്തല്ലൂർ ശാലയെ കുറിച്ചുള്ള സബ്മിഷൻ അവതരിപ്പിച്ച് അദ്ദേഹത്തിന് നിരവധിയായിട്ടുള്ള പ്രശംസകൾ ലഭിക്കുകയുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയ പലരും അദ്ദേഹത്തെ ആ സബ്മിഷൻ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി കത്തുകളും ഫോൺ കോളും അദ്ദേഹത്തിന് വന്നുകൊണ്ടുള്ളതാണ്. അപ്പം അദ്ദേഹം തന്നെ പറയുകയാണ്, ഞാൻ പോലും മറന്നുപോയി എൻ്റെ മണ്ഡലത്തിൽ ഇത്രയും വലിയൊരു സർവകലാശാല ഉണ്ടായിരുന്നുവെന്നും 800-ൽ സ്ഥാപിച്ച ആ സർവകലാശാലയെക്കുറിച്ച് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ 1500 വർഷം പഴക്കം വരുന്ന ഒരു സർവകലാശാലയെക്കുറിച്ച് നമ്മളിന്ന് പഠിക്കുകയും അതിനെ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാവുന്നത് ചെറിയ കാര്യമില്ല. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ ബഹുമാനപ്പെട്ട മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനോട് എൻ്റെ വാർഡിലെ കാന്തല്ലൂർ ശാലയെക്കുറിച്ച് വിശദമായി പറയുകയും കൗൺസിൽ യോഗത്തിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചരിത്രം ലഘുരൂപത്തിൽ അവതരിപ്പിക്കാനുള്ള അവസരം എനിക്ക് നൽകുകയുണ്ടായി. അങ്ങനെ കഴിഞ്ഞ ഒരു 1.5 വർഷത്തിന് മുമ്പ് ഇതിനെ സംബന്ധിച്ച ഒരു ലഘു വിവരണം തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിൽ ഞാൻ അവതരിപ്പിച്ചു. 25 മിനിറ്റോളം സമയം എടുത്തുകൊണ്ട് നമ്മുടെ കാന്തല്ലൂർ ശാലയുടെ പൈതൃകത്തെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ചൊക്കെ ലഘു വിവരണം നടത്തിയപ്പോൾ ആ കൗൺസിൽ തന്നെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മേയർ തയ്യാറായിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഈ വർഷത്തെ ബഡ്ജറ്റിൽ 10 കോടി രൂപ നീക്കിവെച്ചുകൊണ്ട് കാന്തല്ലൂർ ശാലയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചുകൊണ്ട് ഉത്തരവ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു കൺസൾട്ടൻസി ടീമിനെ ഏൽപ്പിച്ചുകൊണ്ട്
ക്യാപിറ്റൽ കൺസൾട്ടൻസി എന്ന് പറയുന്ന കോട്ടയത്തെ ഒരു ടീം അതിൻ്റെ സർവേ നടപടികൾ ആരംഭിച്ചു, പ്രവർത്തനം ആരംഭം കുറിച്ചിട്ടുണ്ട്. ആ സർവേ നടപടികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഇവിടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ നമ്മുടെ തലമുറ തയ്യാറാക്കിയ പറയുമ്പോൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഈ പുസ്തകം നാട്ടിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ എത്തിക്കാൻ കഴിയുമോ അവിടെ എത്തിക്കാൻ നഗരസഭയും വ്യക്തിപരമായിട്ട് ഞാൻ എൻ്റെ വാർഡിൻ്റെ ഒരു പ്രത്യേക നിലയ്ക്ക് ഞാനും അതിന് മുന്നേ എടുക്കും. ഇപ്പോൾ തന്നെ ഒരാൾ എന്നോട് പറഞ്ഞു വിട്ടതാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 10ാം ക്ലാസ്സിൽ പഠിച്ച കാന്തളൂസിനെക്കുറിച്ച് എഴുതിയ വിദ്യാർത്ഥിയുടെ അച്ഛൻ അധ്യാപകനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, കൃഷ്ണകുമാറെ അത് എത്ര രൂപയാണെങ്കിലും ഒരു പുസ്തകം എനിക്ക് വാങ്ങിത്തരണം എന്ന് പറഞ്ഞ് ആദ്യമായി തന്നെ ഒരാൾ പുസ്തകം വാങ്ങാൻ തയ്യാറായി മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ വളരെ ഉറപ്പ് തരുന്നു, കാന്തളൂശാലയുടെ നിങ്ങളെടുക്കുന്ന ഏതൊരു സംരംഭത്തിലും തിരുവനന്തപുരം നഗരസഭയുടെ ഒരു ജനപ്രതിനിധി നിലയ്ക്ക് വലിശാല വാർഡിലെ ഒരു പൗരന് നിലയ്ക്ക് ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ പുസ്തകം പ്രകാശനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.